സന്തോഷത്തോടെ സുരക്ഷിതരായി വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ അല്ലേ? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ സയൻസ് ക്ലാസ്സിൽ നിങ്ങൾ പ്രകാശത്തിൻ്റെ പല വിസ്മയങ്ങളും കണ്ടു അല്ലേ? ചിലത് കണ്ടറിഞ്ഞു, ചിലത് കേട്ടറിഞ്ഞു, ഇനി വേറെ ചിലത് നിങ്ങൾ പരീക്ഷണം ചെയ്തറിഞ്ഞു അല്ലേ? എന്തെല്ലാം വിസ്മയങ്ങളാണ് നിങ്ങൾ കണ്ടത്? ആ പാഠഭാഗങ്ങളിൽ കൂടി നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? ആദ്യം, പ്രകാശം എപ്പോഴും നേർരേഖയിലാണ് സഞ്ചരിക്കുക എന്ന് പറഞ്ഞു അല്ലേ? കൂടാതെ ഈ പ്രകാശം ഒരു വസ്തുവിൽ, പ്രധാനമായും മിനുസമുള്ള ടൈല് പോലെ അല്ലെങ്കിൽ കണ്ണാടി പോലെ മിനുസമുള്ള പ്രതലമുള്ള വസ്തുക്കളിൽ പതിക്കുമ്പോൾ അവ റിഫ്ലക്ഷന് വിധേയമാകും അഥവാ പ്രതിപതിച്ചു പോകും. ആ റിഫ്ലക്ഷൻ എത്തരത്തിലുള്ളതായിരിക്കും? അതെ, പ്രകാശം മിനുസമുള്ള ഒരു വസ്തുവിൽ പതിക്കുമ്പോൾ അവ റെഗുലർ റിഫ്ലക്ഷന് വിധേയമാകും അല്ലേ? അഥവാ ക്രമപ്രതിപതനത്തിന് വിധേയമാകും. എന്നാൽ ഇതേ പ്രകാശം തന്നെ മിനുസമില്ലാത്ത ഒരു കാർഡ്ബോർഡ് പോലെയുള്ള ഒരു വസ്തുവിൽ പതിക്കുമ്പോൾ അവയ്ക്ക് എന്ത് സംഭവിക്കും? അതെ, പ്രകാശം വന്ന് പതിക്കുന്നു, അവ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. എന്നാൽ അത് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ് അവിടെ സംഭവിക്കുക അല്ലെ? അഥവാ വിപരീത പ്രതിപതനത്തിന് വിധേയമാകും. അപ്പോൾ ഇത്തരത്തിൽ പ്രകാശം ഒരു വസ്തുവിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തു പോകുമ്പോൾ, പ്രതിപതിച്ചു പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന പ്രതലത്തിന് ഒരു ലംബം വരയ്ക്കുകയാണെങ്കിൽ പ്രകാശം വന്നു വീഴുന്നു, എന്നിട്ട് പ്രകാശം റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു അഥവാ പ്രതിപതിച്ചു പോകുന്നു. അപ്പോൾ ഈ പ്രതലത്തിന് ഒരു ലംബം വരയ്ക്കുകയാണെങ്കിൽ ഈ വന്നു വീഴുന്ന പ്രകാശം ഈ ലംബവുമായി ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ, ഈ കോണിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? അതെ, പതന കോണെന്ന് വിളിച്ചു അല്ലേ? അതുപോലെ ഈ പ്രകാശം പ്രതിപതിച്ചു പോകുന്ന അഥവാ റിഫ്ലക്റ്റ് ചെയ്തു പോകുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ലംബം അഥവാ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, കോണളവ്, ഇതാണ് ആ കോണിനെ നമ്മൾ പ്രതിപതന കോൺ എന്നും വിളിച്ചു. പിന്നീട് ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെച്ചു, ഈ പതനകോണും പ്രതിപതനകോണും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അല്ലേ? എന്തായിരുന്നു അത്? അതെ, പതനകോണും പ്രതിപതനകോണും എപ്പോഴും എങ്ങനെയായിരിക്കും? എപ്പോഴും തുല്യമായിരിക്കും അല്ലേ? ഇപ്പം പതനകോൺ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രതിപതനകോണും എത്ര തന്നെയായിരിക്കും? അതെ, 30 ഡിഗ്രി തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രതിപതനകോൺ. ഇനി അതല്ല, പതനകോൺ 70 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോണും എത്രയായിരിക്കും? 70 ഡിഗ്രി തന്നെയായിരിക്കും. പതനകോൺ 25 ആയാൽ പ്രതിപതനകോണും 25 ഡിഗ്രി ആയിരിക്കും അല്ലേ? പതനകോണും പ്രതിപതനകോണും എപ്പോഴും തുല്യമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പ്രകാശത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? നോക്കൂ, ഈ പ്രകാശം, ഈ പ്രപഞ്ചം വളരെ സുന്ദരമാണ് അല്ലേ? ഈ പ്രപഞ്ചത്തിലെ പല വർണ്ണങ്ങൾ കാണണമെങ്കിൽ, ഈ പ്രപഞ്ച സൗന്ദര്യം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് പ്രകാശം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് പ്രകാശം ആവശ്യമാണെന്ന് പറയുന്നത്? കാരണം നാം ഒരു വസ്തുക്കളെ കാണുന്നത് പ്രകാശം ആ വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണുകളിൽ എത്തുകയാണ്. അപ്പോൾ കാഴ്ച എന്ന അനുഭവം സാധ്യമാകണമെങ്കിൽ അവിടെ പ്രകാശവും ഉണ്ടായിരിക്കണം അല്ലേ? രാത്രിയിൽ നമ്മൾ വസ്തുക്കളെ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അതെ, രാത്രിയിൽ പ്രകാശമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വസ്തുക്കളെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ കാഴ്ച എന്ന ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമാകുന്നത് പ്രകാശമാണ്, ലൈറ്റ് എനർജിയാണ്, ലൈറ്റ് അല്ലേ? അപ്പം നമ്മൾ ആ കാര്യങ്ങളും കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് സമതല ദർപ്പണത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച്. സമതല ദർപ്പണങ്ങളിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വലതുവശം ഇടതായും ഇടതുവശം വലതായും നമുക്ക് കാണാം അഥവാ നമുക്ക് അനുഭവപ്പെടും. ഇത്തരത്തിൽ സമതല ദർപ്പണങ്ങൾക്ക് ഉള്ള ഈ പ്രത്യേകതയെ അല്ലെങ്കിൽ ഈ പ്രതിഭാസത്തെ നമ്മളൊരു പേര് കൊടുത്തു. എന്തായിരുന്നു ആ പേര്? അത് തന്നെ എന്താണ്?
ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപരീതം അല്ലേ. പിന്നീട് നമ്മൾ തുടർന്ന് കണ്ടത് പല ദർപ്പണങ്ങളും അല്ലെങ്കിൽ ദർപ്പണങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അവയുണ്ടാക്കുന്ന പ്രതിബിംബങ്ങൾക്കും മാറ്റമുണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടു അല്ലേ. തവിയുടെ ഉൾഭാഗത്തുണ്ടാകുന്ന പ്രതിബിംബം പോലെയല്ല അതിൻ്റെ പുറം ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതിബിംബം. ഉൾഭാഗത്ത് വളരെ ചെറിയ പ്രതിബിംബമാണെങ്കിൽ പുറം ഭാഗത്ത് വലിയ പ്രതിബിംബമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ദർപ്പണങ്ങൾ പലതരത്തിലുള്ള പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുമെന്നും നമ്മൾ മനസ്സിലാക്കി അല്ലേ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ, ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്ന ഈ ദർപ്പണങ്ങൾ വ്യത്യസ്തമായിരിക്കില്ലേ? അതെ, ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്ന ഈ ദർപ്പണങ്ങളും പലതരമാണ്. പ്രധാനമായും ദർപ്പണങ്ങൾ 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് സമതല ദർപ്പണം. നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കണ്ണാടി. സമതല ദർപ്പണത്തിൻ്റെ പ്രതിപതിക്കുന്ന പ്രതലതലം നിരപ്പായിട്ടാണ് ഉള്ളത്, സമതലമാണ്. ഇനി രണ്ടാമത്തേത് കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രതിപതിക്കുന്ന പ്രതലതലം ഉള്ളിലേക്ക് കുഴിഞ്ഞാണുള്ളത്, അഥവാ വളഞ്ഞാണ് ഉള്ളത്. ഇനി മൂന്നാമത്തേത് കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പ്രതിപതിക്കുന്ന പ്രതലതലം പുറത്തേക്ക് ഉന്തിയാണ്, വളഞ്ഞാണ് ഉള്ളത്. ഇവയിൽ കോൺകേവ് കോൺവെക്സ് ദർപ്പണങ്ങളെ പരിശോധിച്ചാൽ നമുക്കറിയാം, അവയുടെ പ്രതിപതിക്കുന്ന പ്രതലതലം കോൺകേവ് ദർപ്പണത്തിൻ്റെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നു, കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പുറത്തേക്ക് ഉന്തിയിരിക്കുന്നു. നോക്കൂ, ടീച്ചർ ഇവിടെ ഒരു ഗോളം അല്ലെങ്കിൽ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ബോളിൻ്റെ ഒരു ഭാഗം മാത്രം, ഈ ഒരു ഭാഗം മാത്രം ടീച്ചർ മുറിച്ചു മാറ്റി. നോക്കൂ, ഗോളത്തിൻ്റെ ഭാഗമായിരുന്നു അത്, ഗോളത്തിൽ നിന്നും മുറിച്ചു മാറ്റി. ഇനി ഈ മുറിച്ചു മാറ്റിയ ഭാഗത്തിൻ്റെ പുറത്തേക്ക് ഉന്തിയിരിക്കുന്ന ഭാഗമാണ് പ്രതലതലമെങ്കിൽ ഇത് കോൺവെക്സ് ദർപ്പണമായി മാറി. എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ് പ്രതിപതിക്കുന്ന പ്രതലതലമെങ്കിൽ അത് കോൺകേവ് ദർപ്പണവുമായി മാറി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കോൺകേവ് കോൺവെക്സ് ദർപ്പണങ്ങൾ ഒരു ഗോളത്തിൻ്റെ ഭാഗമാണ്. അതായത് നമുക്ക് ഈ കോൺകേവ് കോൺവെക്സ് ദർപ്പണങ്ങളെ പൊതുവായി ഗോളീയ ദർപ്പണങ്ങളെന്ന് പറയാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ 3 ദർപ്പണങ്ങളും പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ചാലോ? ടീച്ചർ ഒരു മെഴുകുതിരിവട്ടം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ സമതല ദർപ്പണം ഉപയോഗിച്ച് പരീക്ഷണം നടത്താം. സമതല ദർപ്പണം ഉപയോഗിച്ചു മെഴുകുതിരിയിൽ നിന്നുള്ള വെട്ടത്തിലേക്ക് ടീച്ചർ കണ്ണാടി കാണിച്ചു, പക്ഷേ പ്രതിബിംബം രൂപീകരിക്കുന്നില്ല അല്ലേ. ഇനി അടുത്തത് കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചു ടീച്ചർ പരീക്ഷണം ആവർത്തിച്ചു. പ്രതിബിംബം വളരെ വ്യക്തമായി കിട്ടുന്നുണ്ട് അല്ലേ. ഈ പ്രതിബിംബം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രതിബിംബം തല തിരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ. കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് വ്യക്തമായ പ്രതിബിംബം ഉണ്ടാക്കാൻ സാധിച്ചു. എന്നാൽ കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ചോ പ്രതിബിംബം രൂപീകരിക്കാൻ സാധിക്കുന്നില്ല. കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിച്ച് പ്രതിബിംബം രൂപീകരിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇത്തരത്തിൽ ഒരു സ്ക്രീനിൽ നമുക്ക് പ്രതിബിംബം രൂപീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇമേജിനെ, അത്തരത്തിലുള്ള പ്രതിബിംബത്തെ നമുക്ക് റിയൽ ഇമേജ് എന്നോ യഥാർത്ഥ പ്രതിബിംബം എന്നോ പറയാം. എന്നാൽ കോൺവെക്സ് ദർപ്പണമോ അല്ലെങ്കിൽ സമതല ദർപ്പണവും ഉപയോഗിച്ച് ഇത്തരത്തിൽ പ്രതിബിംബം രൂപീകരിക്കാൻ കഴിയുന്നില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിബിംബത്തെ, ആ ഒരു ഇമേജിനെ നമുക്ക് വിർച്വൽ ഇമേജ് എന്നോ മിഥ്യാ പ്രതിബിംബം എന്നോ പറയാം. ദർപ്പണങ്ങളുടെ ഈ പ്രത്യേകത ഉപയോഗപ്പെടുത്തി കൗതുകകരമായ പല ഉപകരണങ്ങളും നമുക്ക് നിർമ്മിക്കാം. അവയിൽ ചിലത് പരിചയപ്പെട്ടാലോ?
നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആദ്യം 2 സമതല ദർപ്പണങ്ങളെ 180 ഡിഗ്രി കോണളവിൽ ക്രമീകരിക്കുന്നു. പിന്നീട് കോണളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു. നോക്കൂ, മെഴുകുതിരി വെട്ടത്തിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായി കാണുന്നില്ലേ? 1 2 2 4 4 8 അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര പ്രതിബിംബങ്ങൾ അല്ലേ? പലതരം കടകളിലും ദർപ്പണങ്ങൾ ഉപയോഗിച്ചുള്ള ഈ സൂത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവയിൽ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പഴക്കടകളിലും പച്ചക്കറി കടകളിലും ബാർബർ ഷോപ്പിലും വലിയ വലിയ മാളുകളിലും എല്ലാം ഈ തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ദർപ്പണങ്ങളുടെ അത്ഭുത ലോകമാണ് നാം കണ്ടറിഞ്ഞത്. ഇനി മറ്റൊരു ഉപകരണമാണ് കാലിഡോസ്കോപ്പ്. കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനായി ചതുരാകൃതിയിലുള്ള തുല്യ വലുപ്പമുള്ള 3 സമതല ദർപ്പണങ്ങൾ ചിത്രത്തിലേതുപോലെ എടുക്കുക. പിന്നീട് ഇവ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് അടുക്കി ക്രമീകരിക്കുക. ഇനി അതിനുള്ളിലേക്ക് പല വർണ്ണത്തിലുള്ള വളപ്പൊട്ടുകളോ മുത്തോ വർണ്ണക്കടലാസോ ഇട്ട ശേഷം ഗ്ലാസ് പേപ്പർ ഒട്ടിക്കുക. ഒരു വശത്തുകൂടെ നോക്കുമ്പോൾ ഒരു വർണ്ണപ്രപഞ്ചം മുന്നിൽ തെളിയുന്നില്ലേ? ചെറുതായി ഇളക്കി നോക്കൂ. ഹായ്, മറ്റൊരു പാറ്റേൺ. ഇനി പാഠഭാഗത്ത് പറഞ്ഞതുപോലെ പെരിസ്കോപ്പ് നിർമ്മിക്കാം. ഒരു കാർഡ്ബോർഡ് ബോക്സോ PVC പൈപ്പോ ഉപയോഗിച്ച് ഇത് നിർമ്മിക്കാം. ഇതിനുള്ളിൽ 2 സമതല ദർപ്പണങ്ങൾ 45 ഡിഗ്രി കോണളവിൽ ചിത്രത്തിൽ കാണുന്നതുപോലെ ക്രമീകരിക്കൂ. ഇനി താഴെ ഭാഗത്തുകൂടെ നിരീക്ഷിക്കുക. എന്താണ് കണ്ടത്? മുങ്ങിക്കപ്പൽ യാത്രികരും സൈനികരും ഇത് എത്തരത്തിലാണ് പ്രയോജനപ്പെടുത്തുക എന്ന് നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടെ? കൂട്ടുകാരെ, പല ദർപ്പണങ്ങളും നാം കണ്ടു. ഇവയുടെ കൂടുതൽ ഉപയോഗങ്ങൾ പരിചയപ്പെട്ടാലോ? ആദ്യം കോൺവെക്സ് ദർപ്പണം ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ. റിയർ വ്യൂ മിററായി ഉപയോഗപ്പെടുത്തുന്നു. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുന്നതിനുള്ള ദർപ്പണം. നമുക്കറിയാം, ഈ ചെറിയ ദർപ്പണത്തിലൂടെ പുറകെ വരുന്ന വാഹനങ്ങളെ മുഴുവനായി കാണണമെങ്കിൽ അവയുടെ അഥവാ വാഹനത്തിൻ്റെ ചെറിയ പ്രതിബിംബം ലഭിക്കണം. കൂടാതെ കൂടുതൽ വിസ്തൃതി ദൃശ്യമാകണം. റിയർ വ്യൂ മിററിലെ കോൺവെക്സ് മിറർ ഇതിന് സഹായിക്കുന്നു. The peculiarity of convex mirror is diminished image of the object is obtained and wide field of view. അടുത്തത് കോൺകേവ് ദർപ്പണത്തിൻ്റെ ഉപയോഗങ്ങൾ. ഒന്നാമതായി ഷേവിംഗ് മിററായി ഉപയോഗപ്പെടുത്തുന്നു. കോൺകേവ് ദർപ്പണങ്ങളുടെ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൂടെ മുഖം കൂടുതൽ വ്യക്തതയോടെ കാണാൻ സാധിക്കുന്നു. രണ്ടാമതായി ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നു. പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കാനുള്ള കോൺകേവ് ദർപ്പണത്തിൻ്റെ കഴിവാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. Concave mirror have ability to form enlarged image and also ability to reflect light as a parallel beam. സമതല ദർപ്പണം ഉപയോഗിക്കുന്ന വിവിധ സാഹചര്യങ്ങൾ നമുക്കറിയാം. മുഖം നോക്കാൻ കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് മുതലായവ നിർമ്മിക്കുന്നതിന് തുടങ്ങിയവ. വസ്തുവിന് സമാനമായ പ്രതിബിംബം നൽകാനും ആവർത്തന പ്രതിപതനം ഉണ്ടാക്കുന്നതിനും സമതല ദർപ്പണങ്ങൾക്ക് സാധിക്കും.
plane mirror image the same size as that of the object and also which can give multiple reflection. ഈ 3 ദർപ്പണങ്ങളുടെയും കൂടുതൽ ഉപയോഗങ്ങൾ കണ്ടെത്തി പട്ടിക വിപുലീകരിക്കണമേ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമുക്ക് പ്രകാശത്തിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ കൂടി പരിചയപ്പെടാം. അതിനുവേണ്ടി ടീച്ചർ ഒരു പരീക്ഷണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഒരു ഇതുപോലെ വരച്ച് ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചിത്രത്തെ ടീച്ചർ ഈ ഗ്ലാസ് ജാറിന് പിറകിലായിട്ട് ക്രമീകരിക്കുന്നു. ഇനി ഈ ഗ്ലാസ് ജാറിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ നിരീക്ഷിക്കുന്നില്ല. നോക്കൂ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ആരോയുടെ ഡയറക്ഷൻ തന്നെ മാറി അല്ലേ? ഇനി ഒരു പരീക്ഷണം കൂടി നമുക്ക് ചെയ്യാം. അതിനായി 2 ഗ്ലാസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവയിൽ ഓരോ പെൻസിലുകൾ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അല്പം വെള്ളം ഒഴിക്കുകയാണ്. മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? വെള്ളം ഒഴിച്ച ഗ്ലാസ്സിൽ വെള്ളത്തിന് മുകളിലേക്കുള്ള പെൻസിലിൻ്റെ ഭാഗവും താഴേക്കുള്ള ഭാഗവും തമ്മിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? പെൻസിൽ ആ ഭാഗത്ത് വെച്ച് മുറിഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? ഈ 2 പരീക്ഷണവും നിങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുവല്ലോ അല്ലേ? 2 പരീക്ഷണത്തിലും വെള്ളം ഒഴിച്ചപ്പോഴാണ് മാറ്റമുണ്ടായത് എന്നതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം, നാം ഒരു വസ്തുവിനെ കാണുന്നത് പ്രകാശം ആ വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണുകളിൽ എത്തുമ്പോഴാണ്. ഇവിടെ വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് പ്രകാശം വായുവിലൂടെ മാത്രം സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണുകളിൽ എത്തുന്നത്. എന്നാൽ ജലം ഒഴിച്ചതിന് ശേഷം പ്രകാശം ജലത്തിലൂടെ കടന്നുപോയി പെൻസിലിൽ തട്ടി പ്രതിപതിച്ച് വീണ്ടും ജലത്തിലൂടെ തിരിച്ചു വന്ന് നമ്മുടെ കണ്ണുകളിൽ എത്തണം. പ്രകാശം വായുവിൽ നിന്ന് ജലത്തിലേക്കോ ജലത്തിൽ നിന്ന് വായുവിലേക്കോ സഞ്ചരിക്കുമ്പോൾ അവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളത്തിനടിയിലിരിക്കുന്ന പെൻസിലിൻ്റെ ഭാഗവും വെള്ളത്തിന് മുകളിൽ വായുവിലിരിക്കുന്ന പെൻസിലിൻ്റെ ഭാഗവും തമ്മിൽ ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെട്ടത്, അഥവാ പെൻസിൽ മുറിഞ്ഞതായി നമുക്ക് തോന്നിയത്. അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ അപവർത്തനം എന്ന് പറയുന്നു. When light travels from one medium to another, its path undergoes a deviation. This phenomena of light is called refraction. കുളത്തിലോ പുഴയിലോ നാം കാണുന്ന മീനിൻ്റെ സ്ഥാനം അതുതന്നെയാണോ? ചിത്രം നിരീക്ഷിക്കൂ. നാം വസ്തുവിനെ കാണുന്നത് പ്രകാശം ആ വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണുകളിലെത്തുമ്പോഴാണ്. എന്നാൽ പ്രകാശം ഇവിടെ മീനിൽ തട്ടി ജലം എന്ന മാധ്യമത്തിൽ നിന്നും വായു എന്ന മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ച ശേഷമാണ് നമ്മുടെ കണ്ണുകളിൽ എത്തുക. അതുകൊണ്ട് തന്നെ മീനിൻ്റെ സ്ഥാനം ഉയർന്നതായാണ് നമുക്ക് അനുഭവപ്പെടുക. അപവർത്തനം നടക്കുന്ന നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചില സാഹചര്യങ്ങളാണ് ഇനി കാണിക്കുന്നത്. ചിന്തിച്ച് ഇവയ്ക്ക് ഓരോന്നിനും പിന്നിൽ നടക്കുന്ന ശാസ്ത്രതത്വം നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അപവർത്തനം എന്താണ്
എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന നാണയം എന്ന പാഠഭാഗം വായിച്ച് മനസ്സിലാക്കി ആ പരീക്ഷണം നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കണം കേട്ടോ. അതിനുശേഷം എന്തുകൊണ്ടാണ് നാണയം ഇത്തരത്തിൽ പ്രത്യക്ഷമാകുന്നത് എന്നും വെള്ളം ഒഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ നാണയം വീണ്ടും പ്രത്യക്ഷമാകുന്നത് എന്നും നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടക്കം മുതൽ പലതരം ദർപ്പണങ്ങളെക്കുറിച്ച് പരിചയപ്പെട്ടു. ഗോളീയ ദർപ്പണങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടറിഞ്ഞു. അവയിൽ ഏതെയാണ് പ്രതിബിംബം രൂപീകരിക്കുന്നത് എന്ന് കണ്ടു. പിന്നീട് തുടർന്ന് ഈ ദർപ്പണങ്ങൾ ഉണ്ടാക്കുന്ന പല വസ്തുക്കളെക്കുറിച്ച് മനസ്സിലാക്കി. കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ഒക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. അതുകൂടാതെ ദർപ്പണങ്ങളുടെ പല ഉപയോഗങ്ങളും നിങ്ങൾ കണ്ടറിഞ്ഞു. ഇനി നിങ്ങൾ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ഇത്തരം പ്രതിഭാസങ്ങൾ നിങ്ങൾ കണ്ട് അവ ഇതാണെന്ന് മനസ്സിലാക്കണം, ഒന്ന് ചിന്തിക്കുകയും വേണം കേട്ടോ. തുടർന്ന് നമ്മൾ അപവർത്തനം എന്ന പ്രതിഭാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കി കുറേ സാഹചര്യങ്ങൾ കണ്ട് അവ കൂടുതൽ എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കി അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നുകൂടി പഠിച്ച് മനസ്സിലാക്കി എല്ലാം മനസ്സിൽ ഹൃദ്യസ്ഥമാക്കി വെക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.